സർവാധിപതിയും സർവശക്തനും സർവത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനുമായ സർവേശ്വര, ഈ പ്രഭാത സമയത്ത് നിന്റെ പ്രിയമക്കളായ ഞങ്ങൾ അങ്ങയുടെ പുണ്യപ്രഭാതത്തിൽ അടുത്തു വന്ന് നിന്റെ കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടി യാചിക്കുകയും നിന്റെ പ്രിയത്തിനു മുമ്പാകെ ഞങ്ങൾ താണു വണങ്ങുകയും ചെയ്യുന്നു. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞങ്ങളെ വിടുവിക്കുന്നതിനായുള്ളവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോടുകൂടിയിരിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ. കർത്താവിനാൽ അനുഗ്രഹീതരെ, ഈ പ്രഭാത സമയത്ത് ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ വാക്യത്തോട് ചേർന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെയെന്ന്. പലരും അതുകൊണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും എന്നും അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. 40-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്നാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇവിടെ നമുക്ക് മൊത്തമായി കിട്ടുന്നതായ സന്ദേശം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരുന്നതായ ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ് നാം ഇതിനു മുമ്പ് വായിച്ചതും കേട്ടത്. ക്ഷമയോടുകൂടി ദൈവം കാത്തിരിക്കുന്നത് ഒരു ഭക്തന്റെ അനുഭവമാണ്. അപ്പോൾ ദൈവം കടന്നു വരുന്നതും വിനാശകരമായ അവസ്ഥയിൽ നിന്ന് ഉദ്ധരിക്കുന്നതും അവന് സ്വയം മോചനം നേടാവുന്നതല്ല. നമ്മുടെ ദുഃഖം എത്ര വലുതാണോ അത്രയും വലുതായിരിക്കും ദൈവത്തിൻ്റെ ഉദ്ധാരണവും. ദൈവത്തിൻ്റെ അനന്തമായ നന്മയും അത്ഭുതങ്ങളെയും പാടിപ്പുകഴ്ത്തുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെയെന്ന്. സൃഷ്ടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത്ഭുതാധാരവുകൾ വരാതിരിക്കുകയില്ല. അപ്പോഴാണ് സ്തുതി അർപ്പിക്കുവാൻ നമുക്ക് പ്രേരണ ഉണ്ടാവേണ്ടത്. പ്രശ്നങ്ങളുടെ മധ്യയിൽ നിന്ന് കരയേറ്റതായ ദൈവത്തിന് സ്തുതി അർപ്പിക്കുമ്പോൾ പലരും അത് കണ്ട് യഹോവയിൽ ആശ്രയിക്കുമെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നാം ഓർത്തിരിക്കേണ്ടതായ ഒരു പ്രധാന കാര്യം, നമുക്ക് ചെവികളെ തുളച്ചിരിക്കുന്ന ദൈവത്തിന് മുമ്പാകെ നാം ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനും അവൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുവാനും ശ്രദ്ധിക്കണം. ബലികളും കാഴ്ചവസ്തുക്കളും അർപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിന് ഹിതകരമായിട്ട് അവിടുത്തെ അനുസരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ ആടുകളല്ലാത്തതിനാൽ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. സുവിശേഷത്തിൽ പലയിടത്തും പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ചെവി ഇടയന്റെ ശബ്ദം കേൾക്കുവാനുള്ളതാണ്. മറ്റെവിടെയെങ്കിലും ആർക്കെങ്കിലും അടിമയായിട്ടുള്ളവർക്ക് ഇടയന്റെ അല്ലെങ്കിൽ ഉടയവന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഒക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ പിശാചെന്ന യജമാനന്റെ മക്കളാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാത്തതെന്ന്. കാതോർത്ത് ദൈവത്തിന്റെ ശബ്ദത്തിനായി നാം ഇരിക്കുക, അതിന് പ്രകാരം പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക. പിതാവിന്റെ ഹിതം എന്തെന്നറിയുവാൻ കാതോർക്കിയത് പൂർണ്ണമായി നിറവേറ്റുകയും ചെയ്യുക. ക്രിസ്തുവാകട്ടെ നമ്മുടെ മാതൃകയും പ്രചോദനവും ആകുന്നു. ദൈവത്തിന്റെ നീതിയും വിശ്വസ്തതയും അവിടുത്തെ പരിപാലനവും മറ്റുള്ളവരോട് ഘോഷിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. അവിടുത്തെ സംരക്ഷണത്തിനായി നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൃപാനുഗ്രഹങ്ങളും ഈ പ്രഭാതത്തിലും ഇന്ന് ദിവസം മുഴുവനും ഉണ്ടായിരിക്കുമാറാവട്ടെ. ആമേൻ.